ശരിക്കും നിങ്ങൾക്ക് ഇപ്പൊ ശരിക്കും എത്ര പ്രായം? രണ്ടുപേർക്ക് എത്ര പ്രായമായി? എനിക്ക് 49 വയസ്സ്. എനിക്ക് 51 വയസ്സ്. 50, 51. ഒറ്റയ്ക്ക് വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് അതിൻ്റെ ശരിയായ പൂർണ്ണ രൂപം മനസ്സിലാകുന്നത്. ഒരു പഞ്ചായത്ത് ഇങ്ങനത്തെ ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ എനിക്ക് കൊടുത്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. പുരുഷന്മാർ ഒരു ദിവസം 4, 5, 6 ആളുകളൊക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾക്ക് ചേരാവുന്നത് ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ വിളിക്കേണ്ടതില്ല. പ്രായം 35 കഴിഞ്ഞു, 45 കഴിഞ്ഞു, ഇതാ 50 കഴിയാൻ പോകുന്നു. ഇതുവരെയും കല്യാണമായില്ല എന്നുള്ള നിരാശയാണോ നിങ്ങൾക്കുള്ളിൽ? ഒരു വഴിയുണ്ട്. പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് നിങ്ങളെ കെട്ടിക്കും. കഴിഞ്ഞ ദിവസമാണ് പയ്യാവൂർ മംഗല്യത്തിൻ്റെ ആദ്യ വിവാഹം പാനൂർ ഗുരുസന്നിധിയിൽ നടന്നത്. ബേക്കറി ജീവനക്കാരനായ ഷാജി കെയും ബാങ്ക് ഉദ്യോഗസ്ഥയായ ബിന്ദുവുമാണ് വിവാഹിതരായത്. ആലോചന വന്നതെന്ന് വെച്ചാൽ പേപ്പറിലൊരു പരസ്യം കണ്ട്, ആ പരസ്യം കണ്ടിട്ട് അതിന് അപേക്ഷിച്ചപ്പോൾ നമ്മൾ ചൊക്ലി വാർഡ് മെമ്പറുണ്ട്, 6ാം വാർഡ് മെമ്പർ ഉഷേച്ചി മുഖേനയാണ് ഇത് അപേക്ഷിച്ചത്. അപ്പോൾ രമ്യ ടീച്ചർ വിളിച്ച് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഇതിൻ്റെ ഫോം കിട്ടുന്നത്. ഞാൻ ചൊക്ലി പഞ്ചായത്തിലെ 6ാം വാർഡിലെ മെമ്പറാണ്. ഷാജീനെ എനിക്ക് മുന്നേ അറിയാം. ഇപ്പം കൂടുതൽ ബന്ധമെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ കൂടെ ബേക്കറിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം കല്യാണമായിട്ട് കുറച്ച് കാലമായി നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ചിലതൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാലും പിന്നെ കാര്യത്തോടെ എടുക്കുമ്പോൾ പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് പത്രത്തിൽ ഇങ്ങനെ ഒരു പരസ്യം കണ്ടത്, പയ്യാവൂർ മംഗല്യം എന്ന് പറയുന്ന ഒരു പദ്ധതി. അങ്ങനെ അവർ ബേക്കറിയിൽ നിന്നാണ് എന്നെ വിളിച്ചത്. പയ്യാവൂർ മംഗല്യത്തിൻ്റെ ഒരു പരസ്യം ഒന്ന് പത്രത്തിൽ നോക്കിയിട്ടൊന്ന് പ്രസിഡൻറ്റിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെ ചൊക്ലി പഞ്ചായത്തിലെ രമ്യ ടീച്ചർ അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവർ നമ്പർ തന്ന് പ്രസിഡൻറ്റിനെ നേരിട്ട് തന്നെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഇതിൽ ഫോർമാലിറ്റീസിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ആൺകുട്ടികളാണെങ്കിൽ എൻ്റെ പേരിൽ നേരിട്ട് പിന്നെ അയക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഷാജിക്ക് അവരെനിക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമെല്ലാം പിന്നെ മെയിലായി തന്നു. ഫോം കിട്ടിയതിന് ശേഷം ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഇതുമില്ല അതിനെ പറ്റിച്ച് പിന്നീടാണ് അത് വിളിച്ചു പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആളുണ്ട്, പിന്നെ അവരെ അഡ്രസ്സ് തന്ന്. അങ്ങനെ അത് തമ്മിൽ വിളിച്ചു, സംസാരിച്ചു, പോയി കണ്ടു. അന്ന് തന്നെ എല്ലാം ഓക്കെ ആയി. അവരിവിടെ വന്നു, ഇവിടെ എല്ലാം ചുറ്റുപാടും എല്ലാം കണ്ട് അവർക്കും ബോധ്യപ്പെട്ട് തമ്മിൽ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് മാറി. ഞാൻ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സേവറാണ്. കേരളത്തിന് തികച്ചും മാതൃകയൊരുക്കിക്കൊണ്ട് പയ്യാവൂരിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് പയ്യാവൂർ മാംഗല്യം. കണ്ണൂർ ജില്ലാ സിംഗിൾ വുമൻ അസോസിയേഷനുമായി ചേർന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ മാസത്തിൽ മുതൽ ഇതിൽ ലഭിച്ച അപേക്ഷകൾ എല്ലാം പരിശോധിച്ച് ഏതാണ്ട് ചേരാവുന്ന ബന്ധങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിരോധാഭാസം എന്ന് പറയുന്നത് 3000-ലേറെ പുരുഷന്മാരുടെ അപേക്ഷ ലഭിച്ചപ്പോൾ 100-120 അപേക്ഷകൾ മാത്രമാണ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ കർണാടക സംസ്ഥാനത്തു നിന്നും കൂർഗ് ജില്ലയിൽ നിന്നൊക്കെ കുറച്ച് അപേക്ഷകൾ ഇപ്പോൾ അവർ അയക്കും എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആദ്യത്തെ വിവാഹം 19-ാം തീയതി ഞായറാഴ്ച പാനൂരിൽ വെച്ച് നടക്കുകയാണ്. പൊതുവെ കുടുംബപരമായ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ അമ്മമാർ ഈ ഓഫീസിൽ എത്താറുണ്ട്. അവരൊക്കെ അവരുടെ കുടുംബത്തിലെ പശ്ചാത്തലങ്ങളൊക്കെ പറയുമ്പോൾ വിധവയായ ഒരു പെൺകുട്ടി ഉള്ള കാര്യമോ അല്ലെങ്കിൽ 40 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്ത ഒരാൺകുട്ടി വീട്ടിലുണ്ടെന്നോ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പ്രയാസമായി പറയാറുണ്ട്. പരസ്യം കൊടുത്ത് മാട്രിമോണിയിൽ പേര് രജിസ്റ്റർ ചെയ്താൽ ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആളുകൾ പിന്നെ അല്പം സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ആളുകളായിരിക്കും, മറ്റെന്തെങ്കിലുമൊക്കെ ജോലിയുള്ള ആളുകളായിരിക്കും. എന്നാൽ താരതമ്യേന നമ്മുടെ നാടിനകത്ത് സാധാരണ ഒരു ബേക്കറി തൊഴിലാളി
അല്ലെങ്കിൽ ഡ്രൈവർ, ഓട്ടോറിക്ഷ ഡ്രൈവർ, പെയിന്റർ, പ്ലംബിംഗ് ജോലി ചെയ്യുന്ന ആളുകൾ, ആശാരി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നവർക്ക് ഇപ്പോൾ പെണ്ണ് ഈ കാര്യങ്ങൾ ആലോചിക്കാൻ ആളില്ലാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ സ്ഥിതി ഒന്ന് മാറ്റിയെടുക്കാൻ ഒരു മാതൃക സൃഷ്ടിച്ചതാണ്. പുരുഷന്മാർ ഒരു ദിവസം 4, 5, 6 ആളുകളൊക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയും, നിങ്ങൾക്ക് ചേരാവുന്നത് ഞങ്ങൾ അങ്ങോട്ട് അറിയിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ വിളിക്കേണ്ടതില്ല, സ്ത്രീകളുടെ എണ്ണം കുറവാണ്, എന്നാലും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് അവരോട് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. വളരെ പ്രതീക്ഷയിലാണ് അവരൊക്കെ ഉള്ളത്. ഡൈവേഴ്സിന് ശേഷം പിന്നീട് പെണ്ണ് കാണാൻ പോയിരിക്കുന്നത്, പിന്നെ ഓരോരോ കാരണങ്ങളാൽ അത് ഇതായിപ്പോയി, സ്റ്റോപ്പായി പോയി. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് ഇതിനെ അപേക്ഷിച്ച് അത് ഇനിയുള്ള ഭാവി ജീവിതം ഒരു നല്ല രീതിയിലേക്ക് ഒരു വഴിമാറി പോകാന്നുള്ള ഒരു ഇതാണ്, കാഴ്ചപ്പാടാണ്. ഒറ്റക്കായ വിഷമം ഉള്ളിലുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് അതിൻ്റെ ശരിയായ പൂർണ്ണ രൂപം മനസ്സിലാകുന്നത്, ഒറ്റക്കായതിൻ്റെ. എന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു വന്നത്. കല്യാണപ്രായം കഴിഞ്ഞിട്ടും അതുപോലെ ഡിവോഴ്സ് ആയിട്ടും ഭാര്യ മരിച്ചിട്ടും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം ഈ ഒരു പദ്ധതി ഗുണകരമല്ലേ? ഇത് തീർച്ചയായും ഗുണകര. അത് ജനങ്ങളിലേക്ക് ശരിയായ രീതിയിൽ എത്തിപ്പെടുന്നില്ല, അതാണ് ഒന്നാമത്. ഇതിപ്പോൾ തന്നെ ഇന്നേക്ക് അവിടെ 2-3 പേര് എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇതെങ്ങനെയാണ് കൊടുത്തത്, അവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ താലി കെട്ടിയ ആ സ്ഥലത്ത് നിന്ന് തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഞാൻ സംസാരിച്ചിന്. അവർ അതിൻ്റെ ഫോമെല്ലാം അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ലഭിച്ച പുരുഷന്മാരുടെ അപേക്ഷകൾ ഹൈന്ദവർ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ അതങ്ങനെ തരംതിരിക്കുന്നു. അതിൽ തന്നെ ആദ്യ വിവാഹം കഴിക്കുന്നവർ, 30 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർ, അതിലെ തന്നെ സമുദായങ്ങൾ നായർ, നമ്പ്യാർ, ഈഴവ, അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്കുണ്ടാകും. അപ്പോൾ പെൺകുട്ടികളുടെ അപേക്ഷ പൊട്ടിച്ചു കഴിയുമ്പോൾ ഏത് കെട്ടിനകത്താണ് ഇതിന് പറ്റിയ പുരുഷനുള്ളതെന്ന് വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. എനിക്കിപ്പോഴും അത് പറ്റുന്നുണ്ട്. എന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ ആരൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായി ഇന്നയാൾക്കാണ് വിവാഹം ഞങ്ങൾ പറഞ്ഞിരുന്നതല്ലേ, അത് മാറിയെങ്കിൽ അടുത്തത് നോക്കാം എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നു. ഒരു പഞ്ചായത്ത് ഇങ്ങനത്തെ ഒരു കാര്യം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. എൻ്റെ ഓർമ്മയിൽ കേരളത്തിൽ വേറെ ഒരു പഞ്ചായത്ത് ഇതുപോലെ നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പെണ്ണ് കാണാൻ പോയ സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് റെഡിയാവോ ആവില്ലയോ നല്ലൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ അവിടെ എത്തിയതിന് ശേഷം പിന്നെ ഓക്കെ, അവരെ പെരുമാറ്റ രീതിയോ ഇതെല്ലാം കണ്ടതിന് ശേഷം ഓക്കെ, അവരിവിടെ വന്ന് അതിൻ്റേതായ രീതിയിൽ എല്ലാം സംസാരിച്ച് എല്ലാം ക്ലിയറാക്കി എല്ലാം ഓക്കെ ആയി. സന്തോഷം. ആലോചന വന്നത് സിംഗിൾ വുമൺസ് വെൽഫെയർ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റി ഇങ്ങനെ പയ്യാവൂർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതിൻ്റെ അപേക്ഷ ഈ സംഘടന വഴിയാണ് അയക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം ഏരിയ സെക്രട്ടറി ഞാൻ അതിൻ്റെ വില്ലേജ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ സെക്രട്ടറി ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇങ്ങനെ കൊടുക്കാൻ. ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിന്നൊരാളാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ എനിക്ക് കൊടുത്ത് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു. അപ്പം വിളിച്ചു. എൻ്റെ പേര് PV ശോഭന, സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ ചാരിറ്റബിൾ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി. ഞങ്ങളിപ്പോൾ 100-200-ലധികം വരുന്ന അപേക്ഷകൾ സ്ത്രീകളെ കണ്ട് കൗൺസിലിംഗ് നടത്തി അപേക്ഷ സ്വീകരിച്ച് പയ്യാവൂർ പഞ്ചായത്തിന് കൈമാറി. ഇപ്പം ഇന്നത്തെ കല്യാണം ആദ്യത്തെ കല്യാണമാണ്. പുനർവിവാഹം മാത്രമല്ല, വിവാഹം കഴിക്കാതെ അല്ല പ്രായപൂർത്തിയായ പെൺകുട്ടികൾക്കും ആണുങ്ങൾക്കും വിവാഹം കഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി മുന്നോട്ട് തുടരും എന്നുള്ളതാണ് പറയാനുള്ളത്. ഭർത്താവ് മരിച്ചിട്ട് 15 കൊല്ലമായി. അന്നേരം ഞാൻ എൻ്റെ വീട്ടിൽ അനിയത്തി എല്ലാം 2 അനിയത്തി. അന്നേരം അവരെ കാര്യം ഞാൻ പൊതുപ്രവർത്തകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ അതിലെല്ലാം ഇടപെടുന്നതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അതൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും നിർബന്ധിച്ചു, ഇങ്ങനെ കൊടുത്തു നോക്കിക്കൂടെ നമുക്ക്, നീ എന്തിന്, ഇത് നല്ലൊരു സംഭവമല്ലേ, നല്ല ബന്ധം കിട്ടൂലേ എന്നെല്ലാം പറഞ്ഞു കൊടുത്തു. ഇവരെ പറഞ്ഞു അങ്ങനെല്ലാം ആണെന്നെല്ലാം, ഇവരെ കല്യാണം ഡിവോഴ്സായതെല്ലാം. അപ്പം തോന്നി നല്ലതന്നെ, അങ്ങനെ സമ്മതിച്ചു. ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുണ്ട്,
ഭർത്താവ് മരിച്ചിട്ട് രണ്ടാമതങ്ങനെ പിന്നെ ചിലപ്പം മക്കളെല്ലാം വലുതായി കഴിഞ്ഞാൽ അവർക്കൊരു ഇതാവുമോ നമ്മ കല്യാണം കഴിഞ്ഞാൽ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. എൻ്റെ മോന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെടില്ലമ്മ ഞാൻ അങ്ങനെ ആലോചിച്ചാലെന്ന് ചിന്തിച്ചിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അപ്പം നമ്മ ഇപ്പം തന്നെ കുറേ ആളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്, ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് അതിൽ കൊടുത്തുകൂടെ എന്നുള്ളത് നമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.